10 വർഷങ്ങൾക്ക് ശേഷം ഭരണമാറ്റമുണ്ടായി. ഭരണമാറ്റത്തിലൂടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ ഭരണമാറ്റം ഉണ്ടാവുന്ന സമയത്ത് കോൺഗ്രസ് 100-ൽ കൂടുതൽ സീറ്റ് വിജയിക്കുന്ന സമയത്തും ആരായിരിക്കും മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം വന്നപ്പോൾ വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല 3 പേരുകൾ പറഞ്ഞു. അപ്പോൾ കൂടുതലായിട്ടും ഈ സഭാ അംഗങ്ങൾക്കൊക്കെ ഈ ജയിച്ചു വന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് താല്പര്യം കെ.സിയോടായിരുന്നു. ഹൈക്കമാൻഡിനും കെ.സിയോടായിരുന്നു താല്പര്യം. പക്ഷേ ഇവിടുത്തെ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം വെച്ച് കെ.സി ഇങ്ങനെ കൊണ്ടുവച്ചാൽ വി.ഡി. സതീശനെ ഇപ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാകില്ല. അതുകൊണ്ടാണ് വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കിയത്. പക്ഷെ എന്നാലും മനസ്സിൽ ഉണ്ടല്ലോ തങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്ത വി.ഡിയെക്കാട്ടിലും കെ.സി വരണമെന്നൊരു ആഗ്രഹം ഈ പറയുന്ന കെ.സിയോടൊപ്പം നിന്നിട്ടുള്ള ആളുകൾക്കുമുണ്ട്, ഹൈക്കമാൻഡിനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഈ 5 വർഷത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും. സാധ്യത എപ്പോഴും ഉണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയം ഒരു മുൾമുനയിലെ കളിയാണ്. ഒരു അഗ്നിപർവ്വതത്തിൻ്റെ പുറത്തിൽ ഇരിക്കുന്നത് പോലെയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹം അതിനെപ്പറ്റി കോൺഗ്രസ് രാഷ്ട്രീയം ഏറ്റവും നന്നായി അറിയാവുന്ന കമ്പാരിറ്റീവ്ലി ഒരു യുവാവാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിൻ്റെ അനുഭവവും എല്ലാ മുൻകാലത്തിലെ പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് കളികൾ, കരുണാകരൻ്റെയും ആൻ്റണിയുടെയും കാലത്തെ ഗ്രൂപ്പ് വൈരാഗ്യങ്ങളും ഒക്കെ നേരിട്ട് കാണുകയും കുറച്ചൊക്കെ അനുഭവിക്കുകയും ചെയ്ത ആളാണ് സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന് താനിരിക്കുന്ന കസേരയുടെ സുനിശ്ചിതത്വവും അനിശ്ചിതത്വവും വ്യക്തമായി അറിയാം. എവിടെ നിന്ന് എങ്ങനെയൊക്കെ വരുമെന്നും അദ്ദേഹത്തിന് ഊഹിക്കാവുന്നതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ തൽക്കാലം കേരളത്തിൻ്റെ വികസന ത്തെക്കുറിച്ചുള്ള വിഷനും വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തുറമുഖ അധിഷ്ഠിത വികസനം ആണ് കേരളത്തിന് വേണ്ടതെന്ന് ആദ്യമായിട്ട് സംസാരിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. അപ്പോൾ അതിന് വേറൊരു അർത്ഥമാനമുണ്ട്. കേരളം തീരങ്ങളും ജലാശയങ്ങളും അടങ്ങിയൊരു നാടാണ്. നമുക്ക് 44 നദികളുണ്ട്. 44 നദികളാൽ 45 തുണ്ടുകളായി വിഭജിക്കപ്പെട്ട തുരുത്തുകളാണ് കേരളം. അതിൽ ഒരു വശം കടലാണ്, മറ്റേ വശം മലയാണ്. അങ്ങനെ ഈ ഇടനാട് റോഡുകൾ കൊണ്ട് ലിങ്ക് ചെയ്യപ്പെട്ട, ഈ നദിക്ക് കുറുകെയുള്ള പാലങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ്. റെയിൽ പാലം കൊണ്ടും ഹൈവേ കൊണ്ടും ബന്ധിക്കപ്പെട്ട ഒരു തേരട്ടയെ പോലെ നീണ്ടു കിടക്കുന്ന സംസ്ഥാനമാണ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേ തീരത്തെ കേരളം. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്തിന് ഒരുപാട് പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട സൗഭാഗ്യങ്ങളുണ്ട്. ഈ ജലാശയങ്ങളെ ഉപജീവിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും ആരും വേണ്ടതുപോലെ ഇതുവരെയും ആലോചിച്ചിട്ടുള്ളൊരു വിഷയമല്ല. അതുകൊണ്ട് ഈ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണത്തിലൂടെ സതീശൻ മുന്നോട്ട് വെച്ചത് തുറമുഖാധിഷ്ഠിതമായൊരു വികസനം കേരളത്തിന് ഫോം ചെയ്യണം, അതിനെപ്പറ്റിയുള്ള വിഭാവനയാണ് അദ്ദേഹം നടത്തിയത്. അല്ല, ഈ വി.ഡി. സതീശൻ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം ഈ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഈ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായി ഇവിടുത്തെ 10 വർഷത്തെ ഓരോ വിഷയങ്ങൾ എടുത്തു കാണിച്ച് ഇതാണ് കേരളത്തിന് വേണ്ടത്, ഇവിടെ ഫിനാൻസിന് ഇതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രി ധനകാര്യം കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കൂടുതൽ ആദ്യമായിട്ടാണ് ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യുന്നൊരു വളരെ റെയറായിട്ടുള്ളൊരു അനുഭവമാണ്. പക്ഷെ ഇതൊന്നും പൊതുവെ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളോടും പ്രത്യക്ഷത്തിൽ പോലും, പ്രത്യക്ഷത്തിൽ മുന്നോട്ട് വന്ന് പറഞ്ഞ ആൾക്കാരെയൊക്കെ നമുക്കറിയാം. ഇപ്പോൾ മദ്യനയത്തിന്റെ വിഷയങ്ങളാണെങ്കിൽ ലിജു, ഈ എക്സൈസ് മിനിസ്റ്റർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുധീരൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വി.ഡി. സതീശന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ളത് ലീഗിന്റെ ഭാഗത്തു നിന്നാണ്. ലീഗിന് പോലും ഒരു എതിരഭിപ്രായം ഉണ്ടാക്കിയത് ഈ ഒരു മദ്യനയമായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ സതീശൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും മികച്ചതാണെങ്കിൽ പോലും അത് പ്രതിപക്ഷത്തെക്കാട്ടിലും എതിർക്കപ്പെടുന്നത് ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളാണ്. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എപ്പോഴും ഏറ്റവും വലിയ പ്രതിപക്ഷം ആ പാർട്ടിക്കകത്താണ്. കരുണാകരൻ്റെ കാലത്ത് ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവ് ആൻ്റണി ഗ്രൂപ്പിലുള്ള ഉമ്മൻചാണ്ടിയായിരുന്നു, ഇല്ലേ? നമ്മൾ കണ്ടില്ലേ അത്? അപ്പോൾ കോൺഗ്രസ്സിനകത്തെ വിമർശനാത്മകമായ നിലപാടുകൾ വരുന്നതും കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് തന്നെയാണ്. അതാണ് കോൺഗ്രസിൻ്റെ ഒരർത്ഥത്തിലുള്ളൊരു സൗന്ദര്യം. അത് നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ ഗ്രൂപ്പായി മാറിയത് ഒരുപക്ഷെ
അതിലുള്ള എതിരഭിപ്രായങ്ങളും അതിനുള്ളിൽ തന്നെ സോൾവ് ചെയ്യത്തക്ക തരത്തിൽ ഉയർന്നു വരികയും താഴ്ന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ വൈദഗ്ധ്യം കൊണ്ട് ഒരാൾക്ക് അതിനെ മെരുക്കിയെടുക്കാൻ പറ്റും. ഒരുപക്ഷെ അത് മെരുക്കാൻ പറ്റാതെ അയാളുടെ വൈദഗ്ധ്യമില്ലായ്മ കൊണ്ട് തകർന്നു പോവുകയും തോറ്റു പോവുകയും ചെയ്യും. ആ അനുഭവങ്ങളൊക്കെ നമ്മൾ മുൻകാലത്ത് കോൺഗ്രസിനുള്ളിൽ കണ്ടിട്ടുണ്ട്. വി ഡി സതീശൻ അവധാനതയോട് നീങ്ങുന്നു എന്നായിരുന്നു ആദ്യത്തെ 2-3 ആഴ്ച നമുക്ക് തോന്നിയത്. പക്ഷേ ഈ അസംബ്ലിയിൽ അദ്ദേഹം പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റിൽ സർക്കാരിൻ്റെ പോളിസി ആസ്പദമായ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തു. അതാണ് ഘടകകക്ഷി മന്ത്രിമാർക്ക് പോലും വിഷമമുണ്ടാക്കി, കോൺഗ്രസിൻ്റെ മന്ത്രിമാർക്ക് പോലും വിഷമമുണ്ടാക്കി. അതിൻ്റെ പിന്നെ വിമർശന സ്വഭാവം പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ടായി. പാർട്ടിയിലെ പുറത്ത് നിൽക്കുന്ന ഇവരുടെ ഗുണകാംക്ഷികളായ നേതാക്കൾ, സുധീരൻ്റെ പേര് പറഞ്ഞല്ലോ, ഒക്കെ പോലും മദ്യനയം ശരിയല്ല എന്ന് പറയാനിടയായി. അപ്പം മദ്യനയം എക്സൈസ് മന്ത്രി പോലും അറിഞ്ഞില്ല എന്നർത്ഥത്തിലാണ് പിന്നീട് വാർത്ത വന്നത്. അപ്പോൾ അങ്ങനെ എക്സൈസ് മന്ത്രി അറിഞ്ഞില്ല എന്നൊരു പരാതിയോ ഇല്ലെങ്കിൽ വിമർശനമോ ഉയരാൻ ഇടയാക്കരുതായിരുന്നു മുഖ്യമന്ത്രി ഇത് ബഡ്ജറ്റിലൂടെ പുറത്ത് പറയുമ്പോൾ അത് ഘടകകക്ഷിയിലെയും സ്വന്തം പാർട്ടിയിലെയും വകുപ്പ് മന്ത്രിമാരുടെ ഒരു ഒരുമ ഉണ്ടാക്കേണ്ടതായിരുന്നു. അതൊരു പക്ഷേ ഉണ്ടായില്ലയോ എന്ന് നമ്മൾ സംശയിക്കണം. അപ്പം തുറമുഖ വകുപ്പിനെ കുറിച്ച് പറയുമ്പോൾ തുറമുഖ വകുപ്പ് മന്ത്രി അത് അറിയണ്ടേ, ഇല്ലെങ്കിൽ അദ്ദേഹം നോക്കുകുത്തിയാകില്ലേ. അപ്പോൾ ആ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ മദ്യനയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വേറൊരു കാര്യം മറന്നു പോകരുത്. ഈ മദ്യനയത്തെക്കുറിച്ച് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഇത്രയേറെ വിമർശനവും ഉയരേണ്ട കാര്യം എന്താണ്? കാരണം അത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ അഴിമതി നിറഞ്ഞൊരു മേഖലയാണ്. കേരളത്തിലെ എക്സൈസ് എന്ന് പറയുന്നത് ഭീകരമായ അഴിമതിയും പിന്നെ പക്ഷപാതങ്ങളും എല്ലാം നടമാടുന്നതും രാഷ്ട്രീയ പാർട്ടികൾക്ക് ധനസ്രോതസ്സും ഹിതമായിട്ടും അവിഹിതമായിട്ടും കൈക്കൂലി പണമായിട്ടും അല്ലാതെയൊക്കെ പണം വരുന്നതും ഗവൺമെൻറ്റിൻ്റെ എക്സ്ചക്കറിൽ നിറയ്ക്കുന്ന ഒരു സിംഹഭാഗം മദ്യത്തിൽ നിന്നുള്ള വരുമാനം പോലുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മേഖലയെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കണം. അതേസമയത്ത് ഒരു പരിഷ്കൃത സമൂഹത്തിന് പറ്റിയ ഒരു മദ്യനയം നമുക്ക് ഇപ്പോഴും ഇല്ല. നമ്മൾ വികസിത രാജ്യങ്ങളിലെ വ്യാപാരം എങ്ങനെയാണെന്ന് നോക്കൂ. ഏത് മാളിലും നിർബാധം ആർക്കും ഏത് തരം മദ്യവും ലഭ്യമാണ്. അവിടെ നിയന്ത്രണങ്ങൾ വളരെ കുറവാണ്. അതിൻ്റെ സെയിൽ ടാക്സ് അടക്കമുള്ള മറ്റ് നികുതിയോടെ ആർക്കും ഒരു ചെറിയ ലൈസൻസ്, വിൽപ്പന ലൈസൻസോടെ മദ്യം വിൽക്കാം. അങ്ങനെ നിർബാധം ലഭ്യമാകുകയാണെങ്കിൽ മദ്യത്തിൻ്റെ പേരിലുള്ള മനുഷ്യൻ്റെ പരക്കം പാച്ചിൽ, അഴിമതി, അതിനുവേണ്ടിയുള്ള അത്യാഗ്രഹം ഇതെല്ലാം മാറില്ലേ? ഏത് ഷോപ്പിംഗ് മാളിലും നമുക്ക് എല്ലാ ബ്രാൻഡ് പിന്നെ ലിക്വറും ലഭ്യമാണെങ്കിൽ ഈ മദ്യത്തോടുള്ള ആസക്തി പോലും കുറയും. അതാണ് മനഃശാസ്ത്രം. സോഷ്യൽ സൈക്കോളജി പഠിച്ചിട്ടുള്ളവർ ഇതെല്ലാം നിർബാധം ലഭിക്കുകയാണെങ്കിൽ ഇതിനുവേണ്ടി ആക്രാന്തം കൂട്ടി പിന്നെ ഈ ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന പ്രശ്നം തന്നെ ഉണ്ടാവില്ല. പിന്നെ മദ്യവെച്ച് വഴിയോരങ്ങളിൽ കിടക്കുന്ന ദുസ്ഥിതി ഉണ്ടാവില്ല. പ്രായഭേദമന്യേ സ്ത്രീപുരുഷ ഭേദമന്യേ മദ്യഷാപ്പിലേക്ക് തലയിൽ മുണ്ടിട്ട് പോകേണ്ട പ്രശ്നമില്ല. കാരണം ഏത് ഷോപ്പിൽ വാങ്ങി കഴിക്കാമെങ്കിൽ ഇതൊരു ഫുഡ് ഐറ്റമായിട്ട് നമ്മുടെ തീന്മേശയിൽ ആർക്കും കൊണ്ടുവന്ന് വാങ്ങി വെച്ച് കഴിക്കാവുന്ന ഒരു പാനീയമായിട്ട് കരുതുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണദോഷം മനസ്സിലാക്കിയ ആളുകൾ വേണമെന്ന് വെക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യും. അത്രയും സ്വതന്ത്രമായിട്ട് വ്യാപാരം നടത്തിയാൽ ഈ മദ്യത്തിൻ്റെ പേരിലുള്ള തട്ടിപ്പുകൾ, കച്ചവടം, അഴിമതി, ഇതിനുവേണ്ടി ഭീമമായ ലൈസൻസ് ഫീസ് കൊടുത്തിട്ട് പരക്കം പായുന്ന കോൺട്രാക്ടർമാരുടെ മത്സരം, ലേലം വിളിക്കാനുള്ള മത്സരം, ഇതെല്ലാം ഒഴിവാകും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഗുണങ്ങളെക്കാട്ടിലും പല പദ്ധതികളാണെങ്കിലും ഇപ്പോൾ മദ്യനയമൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ ബാക്കിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രിയദർശിനി എന്ന് പറയുന്നത് ഒരിക്കലും വി ഡി സതീശന്റെ സ്വന്തം പദ്ധതിയൊന്നും അല്ല. അത് രാഹുൽ ഗാന്ധി ആയിരുന്നല്ലോ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന്
ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രിയദർശിനി പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ മനഃപൂർവ്വം ഞങ്ങളെ കടക്കണിയിലാക്കാൻ വേണ്ടി പ്രൈവറ്റ് ബസ് മേഖല ഞങ്ങളെ എല്ലാവരെയും ഇതാക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഈ പദ്ധതികളൊക്കെ ശരിക്കും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ നിന്ന് വന്നൊരു കാര്യങ്ങളായിരുന്നു. എന്നാലും ഇതൊക്കെ നേരെ മുഖ്യമന്ത്രിയിലേക്ക് വരുന്നു. അപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, 2 മാസമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് വലിയൊരു പ്രശ്നം രൂപപ്പെടുന്നു. ആ ഒരു പ്രശ്നം രൂപപ്പെടുമ്പോൾ നേരത്തെ ആദ്യമേ വി.ഡി. സതീശനോട് വലിയ താല്പര്യമില്ലാത്ത വിഭാഗം ഇദ്ദേഹത്തിനെ എതിർത്ത് നിൽക്കും. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ കാണുന്നത് തന്നെ അറിയാൻ പറ്റുമല്ലോ. ഒരു പദ്ധതി പറയുമ്പോൾ തന്നെ പൊതുവേ കോൺഗ്രസിൻ്റെ അകത്തെ ആ ഒരു തമ്മിലടികൾ അത് ജനങ്ങളുടെ ഒരു UDF തരംഗത്തിന് എന്തായാലും വി.ഡി. സതീശന് വലിയ രീതിയിൽ പങ്കുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിൽക്കുന്ന ചില നിലപാടുകൾ ഒരു 2 വർഷമൊക്കെ പിന്നിടുമ്പോൾ ഒരു പ്രത്യക്ഷപരമായി തന്നെ എതിർപ്പിലേക്ക് വരുന്നു. അങ്ങനെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇവിടെ രൂപപ്പെടാനും ആ ഒരു കസേരയിലേക്ക് മുൻപ് പരിഗണിച്ചിരുന്ന 2 പേരുകൾ KCയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഈ പേരുകൾ വരാനും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? മൂന്നാമതൊരാളൂടെ വേണമെങ്കിൽ വരാം. P.K. കുഞ്ഞാലിക്കുട്ടിക്ക് എന്ത് വന്നുകൂടാ? അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു വലിയ കക്ഷിയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറല്ലേ, ഇപ്പം വ്യവസായ വകുപ്പ് മന്ത്രിയല്ലേ, സീനിയർ മോസ്റ്റ്, ഈ മന്ത്രിസഭയിലെ ഏറ്റവും സീനിയർ മോസ്റ്റായ ആളാണ്. അതുപോലെ 70 വയസ്സ് കഴിഞ്ഞ വേറെയും ചിലർ, രമേശ് ചെന്നിത്തല അടക്കം ഉള്ള സീനിയർ ലീഡേഴ്സുണ്ട്. കോൺഗ്രസിൽ നിന്ന് തന്നെ ആവണമെന്നൊന്നുമില്ല. പണ്ട് പനമ്പള്ളി ഗോവിന്ദമേനോൻ കേരളത്തിൽ മുഖ്യമന്ത്രി ആയതല്ലേ. കോൺഗ്രസ് വലിയ കക്ഷിയുടെ നേതാവായ ആർ ശങ്കർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിട്ട് മാറിയിരുന്നു. അങ്ങനെയല്ലേ 1960 ഉണ്ടായത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങനെയും സംഭവിക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് ഇപ്പോൾ ആതിരക്കുട്ടി 2 വർഷമെന്ന് പറഞ്ഞല്ലോ, 2 വർഷമാണോന്നൊന്നുമില്ല, 6 മാസത്തിനുള്ളിൽ സംഭവിക്കാം. കേരളത്തിലെ അതിഭയങ്കരമായ ഒരു ഇഷ്യൂ രൂപപ്പെട്ടു. അത് ഭരണപരമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരില്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കേരളത്തിലൊരു 1, 2, 3 വിധ്വംസക ശക്തികൾ വിചാരിച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പോലീസ് ഭരിക്കുന്ന മന്ത്രിയാണോ ഉത്തരവാദി, അതോ മുഖ്യമന്ത്രിയാണോ, അതോ കൂട്ടുത്തരവാദിത്തമാണോ, എല്ലാ മന്ത്രിമാർക്കുമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. എളുപ്പമാണ് കേരളത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ. നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. കേരളത്തിൽ മുത്തങ്ങ സംഭവം ഉണ്ടായി, മാറാട് സംഭവം ഉണ്ടായി. ഇതുപോലെയൊക്കെയുള്ളൊരു അടിയന്തര സാഹചര്യം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ അധികാരഭ്രഷ്ടനാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇതിനെ ഒരു മാനേജ്മെൻറ്റ് ആർട്ടായിട്ട് ഡെവലപ്പ് ചെയ്യണം. ആ ആർട്ടിൽ എത്രമാത്രം വൈദഗ്ധ്യം വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി പ്രകടിപ്പിക്കും എന്നതാണ് നമ്മൾ ഭാവിയിൽ കണ്ടറിയേണ്ട കാര്യം. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു വെല്ലുവിളിയാണ്. കാരണം അദ്ദേഹത്തിന് ഭരണപരമായ മുൻപരിചയങ്ങൾ ഏറെയില്ല. അദ്ദേഹം മന്ത്രിയാകാതെ നേരെ മുഖ്യമന്ത്രിയായ ആളാണ് വി.ഡി. സതീശൻ. നേരത്തെ അത് കേരളത്തിൽ A.K. ആൻ്റണിയാണ് അങ്ങനെ ആയിട്ടുള്ളത്. A.K. ആൻ്റണി 1 കൊല്ലം കഴിഞ്ഞപ്പോൾ നിസ്സാരമായൊരു പൊളിറ്റിക്കൽ ഇഷ്യൂവിൻ്റെ പേരിൽ രാജിവെച്ചിട്ട് പോയി. ചിക്കമംഗലൂരിൽ കോൺഗ്രസ് പാർട്ടി ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കാരണം പറഞ്ഞ് രാജിവെച്ച ആളാണ് A.K. ആൻ്റണി. ആദ്യത്തെ തവണ അദ്ദേഹം 36-37 വയസ്സിലും മുഖ്യമന്ത്രിയായപ്പോൾ അന്ന് അവിവാഹിതനായ A.K. ആൻ്റണി. അപ്പം അതിനു മുമ്പ് അദ്ദേഹം മന്ത്രി ഒന്നും ആയിട്ടില്ല. അദ്ദേഹം ലൈസൺ കമ്മിറ്റി കൺവീനറും കോൺഗ്രസ് നേതാവും ഒക്കെ ആയിരുന്നു, യൂത്ത് കോൺഗ്രസ് നേതാവൊക്കെ ആയിരുന്നു എന്നൊക്കെ ഉള്ളത് കറക്റ്റ് തന്നെ. പക്ഷേ അതുപോലെ ഭരണപരമായ പരിചയവും പക്വതയില്ലായ്മയും ചില ഘട്ടങ്ങളിൽ ഒരു പ്രതിസന്ധി ഘട്ടം ലെവലിലേക്ക് കൊണ്ടെത്തിക്കാം. അപ്പോൾ സതീശൻ അദ്ദേഹത്തിൻ്റെ പാഠവും എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്ന് കേരളം കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇതുപോലൊരു ഒരു ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യാനാണ് 2 വർഷമൊന്നും വേണ്ട. 2 വർഷം വേണ്ട. പിന്നെ EMS ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ ഈ കേരളത്തിൽ ഭൂനയ ബില്ലും വിദ്യാഭ്യാസ ബില്ലും വന്നപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണൽ ശക്തികളും ഇവിടുത്തെ സംഘടിത സ്കൂൾ മാനേജ്മെൻറ്റും കൂടെ ഇറങ്ങിയാണ് വിമോചന സമരം ഉണ്ടാക്കിയത്. ചന്ദനത്തോപ്പിലും അങ്കമാലിയിലുമൊക്കെ വെടിവെപ്പ് നടന്നു. അന്ന് നിരവധി പേര് അങ്കമാലിയിൽ മരിച്ചു, ചന്ദനത്തോപ്പിൽ 2 പേര് മരിച്ചു. RSP വലിയ പേളുണ്ടാക്കിയില്ലേ.
അങ്ങനെ അതൊരു വിമോചന സമരമായിട്ട് ഇവിടുത്തെ സംഘടിത ഗ്രൂപ്പുകളെല്ലാം ഗവൺമെൻറ്റിനെതിരെ തിരികുകയും 1959 ആ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു രാഷ്ട്രപതി. അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസും ഫോം ചെയ്യാനോ ഒന്നും പിന്നെ സാധ്യതയില്ലെന്നും നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ ആസ് ഇറ്റ് ഈസ് ഈ ഗവൺമെൻറ്റിനെ നമ്മൾ പ്രവർത്തിക്കാൻ അനുവദിച്ചുകൊണ്ട് കാത്തിരിക്കണം എങ്ങനെയാണ് അവർ പോകുന്നതെന്ന്. അപ്പോൾ അതേ സമയത്ത് നിയമസഭയിൽ ആവശ്യമില്ലാത്ത ബില്ലുകൾ പാസ്സാക്കുക, അവരുടെ പരിധിയിൽ വരുന്നതാണോ അല്ലയോ എന്നറിയാതെ FCIR ബില്ലിനെതിരെ കേന്ദ്ര ഗവൺമെൻറ് ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട് ഇതിനെതിരെ കേരള നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ സപ്പോർട്ടോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടി LDFൻ്റെ സപ്പോർട്ടോടുകൂടി ബില്ല് പാസ്സാക്കി വിട്ടേക്കുക ഇന്നലെ. ഇതൊക്കെ അതിൻ്റെയൊക്കെ ദുരുദ്ദേശം എന്താ? അവിടെ അതിനെ എതിർക്കാൻ ആകെ 3 BJP അംഗങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ സാഹചര്യങ്ങളെ അനുകൂലമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തും ചെയ്യാവുന്നതാണ്. പണ്ട് ഇവിടെ ആദിവാസികളുടെ ഭൂമി വെച്ചതിനെതിരെ പിന്നെ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായപ്പോൾ കേരള നിയമസഭ അതിനെതിരെ ഐകകണ്ഠേന പാസ്സാക്കി ആദിവാസി സംരക്ഷണ നിയമമെന്നും പറഞ്ഞു. രാഷ്ട്രപതിയുടെ അടുത്ത് ദൂരെ കളഞ്ഞു. അന്ന് KR നാരായണനായിരുന്നു രാഷ്ട്രപതി. അന്ന് ആ ബില്ലിനെ സഭയിൽ എതിർത്ത ഏക അംഗം KR ഗൗരിയമ്മയാണ്. KR ഗൗരിയമ്മ ആദിവാസികളുടെ ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കണം, അത് കയ്യേറിയവർക്ക് കൈവച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അതിനുവേണ്ടി നിങ്ങൾ കയ്യേറ്റക്കാരെ സംരക്ഷിക്കാൻ ആദിവാസി സംരക്ഷണ നിയമം എന്ന് ബില്ലുണ്ടാക്കിയ ആളുകളാണ് കേരളത്തിലെ MLA മാർ. അത് രാഷ്ട്രപതി എടുത്ത് കളഞ്ഞു. അതുപോലെ ഇപ്പോൾ FCRA ബില്ല് കേരളം പ്രമേയം പാസ്സാക്കി വെച്ച് വിട്ടേക്കുകയാണ്. ആ പ്രമേയത്തിന് പുല്ല് പോലും ചവറ്റുകൊട്ടയിൽ എറിയേണ്ട പേപ്പറിൻ്റെ വില പോലും ഉണ്ടാവില്ല. ഇതൊക്കെ ഇതുപോലെയുള്ള അർത്ഥവത്തായി ഈ സംസ്ഥാനത്തിൻ്റെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട മന്ത്രിസഭയും മുഖ്യമന്ത്രിയും ഇതുപോലെയുള്ള അർത്ഥശൂന്യമായ ബില്ലുകൾ. FCRA എന്തിനാണ് ഇന്ത്യക്ക്? ഫോറിനിൽ നിന്ന് വരുന്ന മണിക്ക് അക്കൗണ്ടബിലിറ്റി വേണമെന്ന് പറയുന്നതിന് എന്താണ് തെറ്റ്? ഏതെങ്കിലും സ്വതന്ത്രമായ ഒരു രാജ്യത്ത് അങ്ങനെ കണ്ടവർക്കെല്ലാം വിദേശത്തു നിന്ന് കാശ് മേടിച്ച് തോന്നിയ പോലെ ചിലവാക്കാൻ പറ്റുമോ? അതിന് കണക്കും കാര്യവും വേണമെന്നല്ലേ ഈ ബില്ലിൻ്റെ അന്തസത്ത. അതിനെ എതിർക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ വോട്ട് മേടിച്ചു പോയ MLA മാർ. അതിന് പ്രമേയം പാസ്സാക്കി വിടുക. 3 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും കൈയടിച്ചപ്പോൾ പാസ്സാക്കി വിട്ടിരിക്കുന്നു. അത് പണ്ട് ആദിവാസി സംരക്ഷണ ബില്ല് ഭൂനിയമം ബില്ല് കൊണ്ടുവന്നതുപോലെ എടുത്ത് ദൂരെ കളയും. രാഷ്ട്രപതിയുടെ അംഗീകാരമൊന്നും കിട്ടില്ല. തീർച്ചയായിട്ടും സതീശൻ അവധാനതയോടെ നീങ്ങണം, കരുതലോടെ പോകണം. ഭരണം എന്ന് പറയുന്നത് ഒരു അദ്ദേഹത്തിന് പുഷ്പതൽപ്പമല്ല. ഇത് പൂമെത്തയിൽ ഉറക്കമോ വിശ്രമമോ അല്ല. ജാഗ്രതയോടെ ഇരിക്കണം. ചുറ്റും അദ്ദേഹം ഒരു സർപ്പയജ്ഞം നടത്തുകയാണെന്നുള്ള ബോധത്തോടെ ഇരിക്കണം. ചുറ്റും ഉഗ്രവിഷ സർപ്പങ്ങളാണ് ഇഴയുന്നത്. എന്നാൽ ഒരു തീപിടിച്ച പുരയിൽ കഴിയുന്ന ഒരാളിൻ്റെ ജാഗ്രതയോടെ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ സതീശന് വിജയകരമായി പര്യവസാനിപ്പിക്കാൻ പറ്റും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.